തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്നും വൻ കഞ്ചാവ് വേട്ട. രഹസ്യ അറയിൽ സൂക്ഷിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 12 കിലോ കഞ്ചാവിന് പുറമെ MDMAയും ഇത് വിൽപ്പന നടത്താൻ ഉപയോഗിക്കുന്ന കവറുകളും ത്ലാസും പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ചാക്കയിലെ വീട്ടിൽ നിന്നാണ് പ്രതി അനീഫ് ഖാനെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. രഹസ്യ അറകൾ നിർമ്മിക്കുന്നതിൽ പ്രതി വിദഗ്ധനാണെന്നും ഇതിനു മുൻപും ഇയാൾ കഞ്ചാവുമായി പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ തന്നെ പ്രതിയാണ്. ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി നമ്മൾ ഈ പഴയ കാലത്തുള്ള പ്രതികളെല്ലാം നിരീക്ഷിച്ചു വരുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് നേരത്തെ 2 കിലോ കഞ്ചാവും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ 20 കിലോ കഞ്ചാവിലൊക്കെ ഞങ്ങൾ സ്റ്റേറ്റ് സ്ക്വാഡും എക്സൈസും തന്നെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന് നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ആഴ്ച ഇദ്ദേഹം വീട്ടിൽ തന്നെ കച്ചവടം നടത്തുന്നതായിട്ട് നമുക്കൊരു അറിവ് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറയുണ്ടാക്കുന്നത് പുള്ളിക്കൊരു ഹോബിയാണ്. വാഹനത്തിൽ നേരത്തെ ഓമ്നി വാനിൽ ഒരു അറയുണ്ടാക്കിയാണ് നമ്മൾ 20 കിലോളം കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. ഇപ്പൊ 2 വീട്ടിനകത്ത് തന്നെ 2 അറയുണ്ട് അദ്ദേഹത്തിന്. അല്ല, വീടുകളിൽ കയറിയാൽ ഞങ്ങൾ മാക്സിമം പരിശോധിക്കാറുണ്ട്. അറയുണ്ടോ ഏതാണ് എന്താണെന്നുള്ളത് വ്യക്തമായി പരിശോധിക്കാറുണ്ട്. പരിശോധനയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം പിന്നെ അറയുണ്ടാക്കുന്നതിൽ വിദഗ്ധനാണെന്ന ഒരു പൊതുവായ ധാരണ നമ്മുടെ എക്സൈസിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീടിനകത്ത് അറയുള്ളതായിട്ട് നമുക്കൊരു കയറി മാക്സിമം പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ഇപ്പം ഏകദേശം 12 കിലോയോളം കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ MDMAയുടെ ഈ ചെറിയ പൊതി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MDMA കച്ചവടം ചെയ്യുന്ന കവറുകൾ, ചെറിയ കവറുകൾ, MDMA തൂക്കുന്ന മെഷീൻ, അങ്ങനെ ഈ അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കച്ചവടക്കാരനാണ്. വിൽപ്പനക്കാരനാണ്. ഹോൾസെയിലായിട്ടും ചില്ലറയായിട്ടും കച്ചവടം ചെയ്യുന്നത്. കാരണം ചില്ലറ കച്ചവടത്തിനായിട്ട് ഒരു കവർ നിറച്ച് ചെറിയ 100 ഗ്രാം 200 ഗ്രാം കഞ്ചാവുകൾ തൂക്കി അദ്ദേഹം വെച്ചിട്ടുണ്ട്.